ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 17ാമത് IDSFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ആരാണ്? രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള 17ാമത് IDSFFK, അതായത് ഇന്റർനാഷണൽ ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതാണ് IDSFFKയുടെ പൂർണ്ണരൂപം. ഈ ഒരു സംഘടനയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ ഡോക്യുമെൻ്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ. ടെറൻസ് സ്റ്റാമ്പ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാകാരനാണ്? ടെറൻസ് സ്റ്റാമ്പ് സിനിമാ മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. സിനിമാ മേഖല. സൂപ്പർമാൻ 2 എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിലെയൊക്കെ വില്ലനായിട്ടുള്ള ജനറൽ സോഡിനെ അനശ്വരനാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് നടനാണ് ടെറൻസ് സ്റ്റാമ്പ്. ഇദ്ദേഹം ഈ ഒരു ഓഗസ്റ്റിലാണ് അന്തരിച്ചത്. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ടെറൻസ് സ്റ്റാമ്പ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ടെറൻസ് സ്റ്റാമ്പ്. അടുത്തത്, ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയം ഏതാണ്? ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമാണ് കുവൈത്തിലെ ഔർ ലേഡി ഓഫ് അറേബ്യ എന്ന ദേവാലയം. ഔർ ലേഡി ഓഫ് അറേബ്യ കുവൈത്തിലെ ദേവാലയമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമാണ് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ഓക്കെ. കുവൈത്തിലെ ഔർ ലേഡി ഓഫ് അറേബ്യ. 2025 സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. 2025 കേരളത്തിലെ തിരുവനന്തപുരത്തിൽ വെച്ചാണ് ഗവേഷണ വികസനത്തിനായുള്ള ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സ്ത്രീ ശക്തി പദ്ധതി 2025 പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ത്രീ ശക്തി പദ്ധതി 2025 സർക്കാർ ബസ്സുകളിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയാണ് സ്ത്രീ ശക്തി പദ്ധതി. ഈ ഒരു പദ്ധതി ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. സ്ത്രീ ശക്തി പദ്ധതി 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റാണ് കേട്ടോ. ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഈ ഒരു പദ്ധതി എന്തിനായിട്ടുള്ളതാണ്? സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതി ഏതാണ്? സ്ത്രീ ശക്തി പദ്ധതിയാണ്. സ്ത്രീ ശക്തി പദ്ധതി. ഓക്കെ. അപ്പോൾ ഈ ഒരു സെറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 17ാമത് IDSFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ. ടെറൻസ് സ്റ്റാമ്പ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്? സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യ കത്തോലിക്ക ദേവാലയമാണ് കുവൈത്തിലെ ഔർ ലേഡി ഓഫ് അറേബ്യ. 2025 കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരം. ഗവേഷണ വികസന ഉച്ചകോടിയുടെ 2025 വേദിയാണ് തിരുവനന്തപുരം. സ്ത്രീ ശക്തി പദ്ധതി 2025 ഓഗസ്റ്റിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചു. സ്ത്രീ ശക്തി പദ്ധതി സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയാണ് സ്ത്രീ ശക്തി പദ്ധതി. ഓക്കെ. അടുത്തത്, പുതുച്ചേരി സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ച് ഏത് ദിനമാണ് ഡി ജൂർ ട്രാൻസ്ഫർ ദിനമായി ആചരിക്കുന്നത്? ഓഗസ്റ്റ് 16 കേട്ടോ. ഓഗസ്റ്റ് 16 ഡി ജൂർ ട്രാൻസ്ഫർ ദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഓഗസ്റ്റ് 16 അത് പുതുച്ചേരി സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ചുകൊണ്ടുള്ള ദിനമാണ് ഡി ജൂർ ട്രാൻസ്ഫർ ദിനം. ഓക്കെ. ഡി ജൂർ ട്രാൻസ്ഫർ ദിനം ഓഗസ്റ്റ് 16. ഓഗസ്റ്റ് 16.
ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? നിമിഷ സജയനാണ്. നിമിഷ സജയൻ. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്, ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിൻ്റെ ഭാഗമായിട്ട് വെബ് സീരീസ് വിഭാഗത്തിൽ നിമിഷ സജയൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ഡബ്ബ കാർട്ടൽ, ഡബ്ബ കാർട്ടൽ എന്ന ക്രൈം ഡ്രാമ ഹിന്ദി വെബ് സീരീസിലെ പ്രകടനത്തിനാണ് നിമിഷ സജയന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജയനാണ്. വെബ് സീരീസ് ഏതാണ്? ഡബ്ബ കാർട്ടലാണ്. ഡബ്ബ കാർട്ടൽ. അടുത്തത് ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമാണ് കേട്ടോ. ലോക ഫോട്ടോഗ്രാഫി ദിനം എന്നാണ്. ഓഗസ്റ്റ് 19 ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. പ്രമേയം, ഈ വർഷത്തെ പ്രമേയം മൈ ഫേവറേറ്റ് ഫോട്ടോ എന്നതാണ്. മൈ ഫേവറേറ്റ് ഫോട്ടോ എന്നതാണ് ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൻ്റെ പ്രമേയം. ലോക ഫോട്ടോഗ്രാഫി ദിനം ഓഗസ്റ്റ് 19 2025 പ്രമേയം മൈ ഫേവറേറ്റ് ഫോട്ടോ എന്നതാണ്. ഓക്കെ, ഇനി ആൻറ്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് ഏതാണ്? ആൻറ്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. കാണ്ട്ല തുറമുഖം. ആൻറ്റി ഡ്രോൺ സംവിധാനം കാണ്ട്ല തുറമുഖത്താണ് ആദ്യമായി കൊണ്ടുവരുന്നത്. ആൻറ്റി ഡ്രോൺ സംവിധാനം കാണ്ട്ല തുറമുഖം. ഇനി കൊതുക് ദിനം എന്നാണ്? കൊതുക് ദിനം ഓഗസ്റ്റ് 20 കേട്ടോ. ഓഗസ്റ്റ് 20 കൊതുക് ദിനം. അനോഫിലസ് കൊതുകുകൾ മനുഷ്യർക്കിടയിൽ മലേറിയ പരത്തുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 20 കണ്ടെത്തിയത്. ആ ഒരു കണ്ടെത്തലിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. പുതുച്ചേരി സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ചുകൊണ്ട് ഏത് ദിനമാണ് ഡി ജൂർ ട്രാൻസ്ഫർ ദിനമായി ആചരിക്കുന്നത്? ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 16. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് നിമിഷ സജയനാണ്. നിമിഷ സജയൻ. വെബ് സീരീസിൻ്റെ പേരെന്താണ്? ഡബ്ബ കാർട്ടലാണ്. ഡബ്ബ കാർട്ടൽ. ലോക ഫോട്ടോഗ്രാഫി ദിനം ഓഗസ്റ്റ് 19. ഈ വർഷത്തെ പ്രമേയം മൈ ഫേവറേറ്റ് ഫോട്ടോ എന്നതാണ്. മൈ ഫേവറേറ്റ് ഫോട്ടോ. ആൻറ്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് കാണ്ട്ല തുറമുഖമാണ്. കാണ്ട്ല തുറമുഖം. ആൻറ്റി ഡ്രോൺ സംവിധാനം കാണ്ട്ല തുറമുഖം. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം. ഓക്കെ, അടുത്ത സെറ്റിൽ വരുന്ന ചോദ്യമാണ് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാര്? ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് മണിക വിശ്വകർമ്മയാണ്. മണിക വിശ്വകർമ്മ രാജസ്ഥാനിലെ ഗംഗാനഗർ സ്വദേശിനിയാണ് മണിക വിശ്വകർമ്മ. ഇദ്ദേഹമാണ് തായ്ലൻഡിൽ നടക്കുന്ന 24ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ള ഈ വർഷത്തെ ജേതാവാരാണ്? മണിക വിശ്വകർമ്മയാണ്. മണിക വിശ്വകർമ്മ. 2025 ഏത് നഗരത്തിൽ വച്ചാണ് കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള 30ാമത് ആയുർവേദ സെമിനാർ നടക്കുന്നത്? 2025 30ാമത് ആയുർവേദ സെമിനാർ ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സെമിനാറാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2025 ഏത് നഗരത്തിൽ വെച്ചാണ്? ഡൽഹിയിൽ വെച്ചാണ് കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള 30ാമത് ആയുർവേദ സെമിനാർ നടക്കുന്നത്. 30ാമത് ആയുർവേദ സെമിനാർ. 2025 സായ് പാൻ ഇന്റർനാഷണൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? തന്യ ഹേമന്താണ്. തന്യ ഹേമന്ത്. 2025 സായ് പാൻ ഇന്റർനാഷണൽ വനിതാ സിംഗിൾസ് കിരീടം. സായ് പാൻ ഇന്റർനാഷണൽ വനിതാ സിംഗിൾസ് കിരീടം 2025 നേടുന്നത് തന്യ ഹേമന്താണ്. തന്യ ഹേമന്ത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹരിതമിത്രം 2.0 ആപ്പ്. ഹരിതമിത്രം 2.0 ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീടുകളിൽ നിന്നും അതുപോലെ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിത കർമ്മ സേനാംഗങ്ങൾക്കുള്ളതാണ് ഈ ഒരു ഹരിതമിത്രം 2.0 എന്ന ആപ്പ് കേട്ടോ. ഇത് ഡിജിറ്റലായിട്ട് പണം അടയ്ക്കുന്നതിനുള്ള സൗകര്യത്തോടു കൂടിയിട്ട് കൊണ്ടുവന്ന ആപ്പാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹരിതമിത്രം ആപ്പിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഈ ഒരു 2.0 പതിപ്പ്. ഓക്കെ,
ഇതുവഴി നമ്മൾ നേരത്തെ QR കോഡ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ആണ് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മാലിന്യം ശേഖരിക്കുന്നതിനായിട്ട് ഈടാക്കുന്ന ഒരു തുക നേരിട്ടോ അല്ലെങ്കിൽ QR കോഡ് വഴിയോ ആയിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ഒക്കെ UPI വഴി പ്രതിമാസ സേവന നിരക്ക് നൽകാനാവുന്ന തരത്തിലാണ് ഈ ഒരു ഹരിതമിത്രം 2.0 ആപ്പ് വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പരിഷ്കരിച്ച പതിപ്പാണ്. എന്തിനുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളമാണ്. ഓഗസ്റ്റ് 21 തിരുവനന്തപുരത്താണ് പ്രഖ്യാപനം. 99.99% കൂടിയാണ് നമുക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഇനി ഇതൊന്ന് റിവൈസ് ചെയ്യാം. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മ. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് ഈ മണിക വിശ്വകർമ്മ? രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാൻ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മ, രാജസ്ഥാൻ. 2025 ഏത് നഗരത്തിൽ വെച്ചാണ് കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള 30ാമത് ആയുർവേദ സെമിനാർ നടന്നത്? ഡൽഹിയിലാണ്. ഡൽഹി. 2025 സായ് പാൻ ഇന്റർനാഷണൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? തന്യ ഹേമന്ത്. സായ് പാൻ ഇന്റർനാഷണൽ വനിതാ സിംഗിൾസ് കിരീടം തന്യ ഹേമന്ത്. സായ് പാൻ ഇന്റർനാഷണൽ വനിതാ സിംഗിൾസ് കിരീടം തന്യ ഹേമന്ത്. ഹരിതമിത്രം ആപ്പിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0 ആപ്പ്. ഇത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിത കർമ്മ സേനാംഗങ്ങൾക്കായുള്ളതാണ്. ഹരിതമിത്രം, ഹരിതകർമ്മ. ഓക്കെ, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമാണ് കേരളം. അടുത്ത സെറ്റ്, വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് കാര്യവട്ടം സ്റ്റേഡിയമാണ്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് ഈ വർഷത്തെ വേദിയായി മാറുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം ഏതാണ്? നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ പാടില്ല എന്നതും അതുപോലെ തന്നെ അത്രയും കഠിനമായ ശിക്ഷ ലഭ്യമാകും എന്നതാണ് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി മാറ്റിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഈ അടുത്തിടെയാണ് നിയമമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ് സംസ്ഥാനം? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതി, ഇന്ത്യയുടെ ഡീപ്പ് ഓഷ്യൻ മിഷനാണ് ഈ ഒരു സമുദ്രയാൻ പദ്ധതി. ഇന്ത്യയുടെ ഡീപ്പ് ഓഷ്യൻ മിഷൻ സമുദ്രയാൻ പദ്ധതിയുടെ തയ്യാറെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഡീപ്പ് ഡ്രൈവ് പൂർത്തിയാക്കി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? 2 പേരാണ്, രാജു രമേശും ജതീന്ദർ പാൽ സിംഗുമാണ്. ഇന്ത്യയുടെ ഡീപ്പ് ഓഷൻ മിഷനായിട്ടുള്ള സമുദ്രയാൻ പദ്ധതിയുടെ തയ്യാറെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഡീപ്പ് ഡ്രൈവ് ഏകദേശം 4000 മുതൽ 5000 മീറ്റർ വരെ ആഴങ്ങളിൽ ഡീപ്പ് ഡ്രൈവ് പൂർത്തിയാക്കിക്കൊണ്ട് ചരിത്ര നേട്ടമാണ് ഇവർ സ്വന്തമാക്കിയിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലെ സയൻറ്റിസ്റ്റാണ് രാജു രമേശും അതുപോലെ ഇന്ത്യൻ നാവികസേനയിലെ റിട്ടയർഡ് കമാൻഡറാണ് ജതീന്ദർ പാൽ സിംഗും. ഇന്ത്യൻ നാവികസേനയിലെ റിട്ടയർഡ് കമാൻഡർ ജതീന്ദർ പാൽ സിംഗുമാണ് ഈ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ രാജു രമേശും ജതീന്ദർ പാൽ സിംഗും. ഓക്കെ, ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസിന് വേദിയായത് ചൈനയിലെ ബെയ്ജിംഗ് ആണ്. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസിന് വേദിയായത്
ചൈനയിലെ ബീജിംഗ് ആണ്. 16 രാജ്യത്ത് നിന്ന് ഏകദേശം 500ഓളം ഹ്യൂമൻ റോബോട്ടുകൾ ഈ ഒരു ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദേശീയ സദ്ഭാവന ദിനം എന്നാണ്. ദേശീയ സദ്ഭാവന ദിനം ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ദേശീയ സദ്ഭാവന ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. ദേശീയ സദ്ഭാവന ദിനവും ആണ് ഓഗസ്റ്റ് 20. ദേശീയ സദ്ഭാവന ദിനം ഓഗസ്റ്റ് 20, രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഓഗസ്റ്റ് 20. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഈ വർഷത്തെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. ഗ്രീൻഫീൽഡ്, കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതി തയ്യാറെടുപ്പുകൾക്ക് മുന്നോടിയായി വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഡീപ്പ് ഡ്രൈവ് പൂർത്തിയാക്കി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് രാജു രമേശും ജതീന്ദർ പാൽ സിംഗും ആണ്. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസിന് വേദിയായത് ചൈനയിലെ ബീജിംഗ്. ഓക്കെ, ദേശീയ സദ്ഭാവന ദിനം എന്നാണ്? ഓഗസ്റ്റ് 20. അതാണ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT, അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട. ഓക്കെ, അടുത്തത് കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. ഓക്കെ. NV ഷീന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NV ഷീന ട്രിപ്പിൾ ജമ്പ് കായിക താരമാണ് കേട്ടോ. ട്രിപ്പിൾ ജമ്പ് കായിക താരമാണ് NV ഷീന. 15ാമത് ജൂനിയർ ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ഝാർഖണ്ഡ്. 15ാമത് ജൂനിയർ ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ഝാർഖണ്ഡാണ്. 15ാമത് ജൂനിയർ ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഝാർഖണ്ഡാണ്. 2025 ഓഗസ്റ്റിൽ തദ്ദേശ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തദ്ദേശ ജനങ്ങൾക്ക് ആയുധ ലൈസൻസിനുള്ള അപേക്ഷ നൽകുന്നതിന് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാമാണ്. തദ്ദേശ ജനങ്ങൾക്കായിട്ട് ആയുധ ലൈസൻസിനുള്ള അപേക്ഷ പോർട്ടൽ വഴി നൽകുന്നതിനുള്ള സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് ആസാമാണ്. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. നമ്മൾ നേരത്തെ ആന്റി ഡ്രോൺ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യൻ തുറമുഖം എന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതാന്ന് ഓർമ്മയുണ്ടോ? ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്താണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്ത്. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ്. NV ഷീന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ്. ഉത്തേജക മരുന്ന് എന്തോ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് ഈ അടുത്തിടെയാണ് ഒരു വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ NV ഷീന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പാണ്.
15ാമത് ജൂനിയർ ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ഝാർഖണ്ഡ് വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജൂനിയറിൻ്റെ ജേതാക്കളാണ് ഝാർഖണ്ഡ്. 2025 ഓഗസ്റ്റിൽ തദ്ദേശ ജനങ്ങൾക്ക് ആയുധ ലൈസൻസിന് ഉള്ള അപേക്ഷ നൽകുന്നതിന് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖം. ഓക്കെ, അടുത്ത ചോദ്യം. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. ഓക്കെ. 2025 ഓഗസ്റ്റിൽ റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. 2025 ഓഗസ്റ്റിൽ റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിൽ ഒരു സൈനിക വിഭാഗം രൂപീകരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. ഓക്കെ, റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിൽ പുതിയ സൈനിക വിഭാഗം രൂപീകരിക്കാൻ തീരുമാനിച്ചത് പാകിസ്ഥാനാണ്. 29ാമത് ജന്മാഷ്ടമി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 29ാമത് ജന്മാഷ്ടമി പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണനാണ്. 29ാമത് ജന്മാഷ്ടമി പുരസ്കാരത്തിന് അർഹനായത്. ബാലഗോകുലം ബാല സംസ്കാര കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള ജന്മാഷ്ടമി പുരസ്കാരം 29ാമത് ജന്മാഷ്ടമി പുരസ്കാരമാണ് എഴുത്തുകാരനായിട്ടുള്ള സി രാധാകൃഷ്ണന് ലഭിച്ചത്. 51,000 രൂപയും കൃഷ്ണശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഓക്കെ, അപ്പോൾ 29ാമത് ജന്മാഷ്ടമി പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണനാണ്. ഓക്കെ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. അതുപോലെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാനയാണ്. ഓക്കെ, അപ്പോൾ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് കൗറും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുമാണ്. ഇന്ത്യൻ തുറമുഖ ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? ഇന്ത്യൻ തുറമുഖ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 18 ഓഗസ്റ്റ് 18 ഇന്ത്യൻ തുറമുഖ ബില്ല് രാജ്യസഭ പാസാക്കിയത്. 2025 ഓഗസ്റ്റ് 18. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 112 എന്നതാണ് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. 112. 2025 ഓഗസ്റ്റിൽ റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിക്കുന്നത് പാകിസ്ഥാനാണ്. 29ാമത് ജന്മാഷ്ടമി പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണനാണ്. 29ാമത് ജന്മാഷ്ടമി പുരസ്കാരം സി രാധാകൃഷ്ണനാണ് നേടിയിട്ടുള്ളത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് കൗറും സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് കൗറും ആയിരിക്കും. ഓക്കെ. ഇന്ത്യൻ തുറമുഖ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 18. രാജ്യസഭ പാസാക്കുന്നത് 2025 ഓഗസ്റ്റ് 18. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യം. ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ രോഹിത് കൃഷ്ണയുടെ സ്വദേശം എവിടെയാണ്? സ്വദേശം തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്. ഇന്ത്യയുടെ 89ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവിയാണ് രോഹിത് കൃഷ്ണയ്ക്ക്. 89ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? രോഹിത് കൃഷ്ണയാണ്. രോഹിത് കൃഷ്ണയുടെ സ്വദേശം തമിഴ്നാടാണ്.
പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കൊച്ചി. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയാക്കുന്നത് കൊച്ചി. ഓക്കെ. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ ലോഗോ, അതുപോലെ മാസ്കോട്ട്, ട്രോഫി എന്നിവയൊക്കെ പുറത്തിറക്കിയത് ആരാണ്? നിതീഷ് കുമാറാണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ ലോഗോ പുറത്തിറക്കിയത് നിതീഷ് കുമാറാണ്. മാസ്കോട്ട്, ട്രോഫി എന്നിവ പുറത്തിറക്കിയതും നിതീഷ് കുമാറാണ്. ഓക്കെ. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ ലോഗോ, മാസ്കോട്ട്, ട്രോഫി എന്നിവ പുറത്തിറക്കിയത് നിതീഷ് കുമാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭക്ഷ്യ കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? പീയൂഷ് ഗോയലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭക്ഷ്യ കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചത് പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ. ഓക്കെ. അപ്പോൾ ആ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ 89ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത് രോഹിത് കൃഷ്ണയാണ്. രോഹിത് കൃഷ്ണയുടെ സ്വദേശം തമിഴ്നാട്. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചിയാണ്. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ ലോഗോ, മാസ്കോട്ട്, ട്രോഫി എന്നിവ പുറത്തിറക്കിയത് നിതീഷ് കുമാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭക്ഷ്യ കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചത് പീയൂഷ് ഗോയൽ. അടുത്ത സെറ്റ്. 2036 മുൻപ് ശുക്രനെ വീണ്ടും സന്ദർശിക്കുന്നതിനായിട്ട് റഷ്യ ആരംഭിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് വെനറഡി ദൗത്യം. അപ്പോൾ റഷ്യയുടെ ദൗത്യത്തിന്റെ പേര് വെനറഡി ദൗത്യമാണ്. വെനറഡി ദൗത്യം ആരംഭിക്കുന്ന രാജ്യം റഷ്യയാണ്. തിരിച്ചും ചോദ്യം വന്നേക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. 2036 മുൻപ് ശുക്രനെ സന്ദർശിക്കുന്നതിനായിട്ടാണ്, അതും ശ്രദ്ധിക്കുക. ശുക്രനെ വീണ്ടും സന്ദർശിക്കുന്നതിനായിട്ട് റഷ്യ ആരംഭിക്കുന്ന ദൗത്യമാണ് വെനറഡി ദൗത്യം. ശുക്രൻ, റഷ്യ. ഓക്കെ. 2025 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബ്ബായി തിരഞ്ഞെടുക്കപ്പെട്ടത് റയൽ മാഡ്രിഡ്. 2025 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യുന്ന AI പവേർഡ് പാസഞ്ചർ കോറിഡോർ ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ആണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. അതായത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എമിഗ്രൻസ് ക്ലിയറൻസ് ചെയ്യുന്ന AI പവേർഡ് പാസഞ്ചർ കോറിഡോർ ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. AI പവേർഡ് പാസഞ്ചർ കോറിഡോർ, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തത് 2025 ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിനൊരു പേരുണ്ടായിരുന്നു. അതാണ് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025 എന്നത്. ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025. 2025 ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ പേരാണ് ഗോട്ട് ടൂർ ഓഫ് 2025. അപ്പം ഇത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025. ഓക്കെ. അപ്പം ഇത് റിവൈസ് ചെയ്യാം. 2036 മുൻപ് ശുക്രനെ വീണ്ടും സന്ദർശിക്കുന്നതിനായിട്ട് റഷ്യ ആരംഭിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് വെനറഡി ദൗത്യം. 2025 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബ്ബായി തിരഞ്ഞെടുക്കപ്പെടുന്നത് റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ്.
എമിഗ്രൻസ് ക്ലിയർ ചെയ്യുന്ന AI പവേർഡ് പാസഞ്ചർ കോറിഡോർ ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. 2025 ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് നൽകിയിട്ടുള്ള പേരാണ് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025 എന്നത്. ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025. ഓക്കെ, അടുത്ത സെറ്റ്. അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ. ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS തമാൽ എന്നത്. INS തമാൽ ആണ് കേട്ടോ. ഇറ്റലി സന്ദർശിച്ച നാവികസേന കപ്പലാണ് INS തമാൽ. ഇറ്റലി തമാൽ. അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS തമാൽ. 2025 ആദ്യത്തെ സിൻസിനാറ്റി ഓപ്പൺ കിരീടം നേടിയത്. 2025 ആദ്യത്തെ സിൻസിനാറ്റി ഓപ്പൺ കിരീടം നേടിയത് കാർലോസ് അൽക്കറാസ് ആണ്. കാർലോസ് അൽക്കറാസ് ആണ് 2025 ആദ്യത്തെ സിൻസിനാറ്റി ഓപ്പൺ കിരീടം നേടിയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ചോദ്യമാണ്. അടുത്തിടെ ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഹോപ്പ് എന്നതാണ് ഈ ഒരു ദൗത്യത്തിന്റെ പേര്. ഹോപ്പ്. ഓക്കെ, അടുത്തിടെ ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ഹോപ്പ് എന്നത്. ലഡാക്കിലാണ് ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് ഹോപ്പ് എന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം. അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പലിന്റെ പേര് എന്താണ്? INS തമാൽ എന്നതാണ്. INS തമാൽ. 2025 ആദ്യത്തെ സിൻസിനാറ്റി ഓപ്പൺ കിരീടം. 2025 ആദ്യത്തെ സിൻസിനാറ്റി ഓപ്പൺ കിരീടം നേടിയത് കാർലോസ് അൽക്കറാസ് ആണ്. അടുത്തിടെ ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ഹോപ്പ് എന്നത്. ലഡാക്കിലാണ് ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് പേര് ഹോപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലും ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് അധികം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്ത് പഠിക്കുക. കിട്ടാത്ത പോയിന്റ്സ് എഴുതിയെടുക്കുക. മാക്സിമം ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാമത് നമ്മൾ റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇത് കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. നമുക്ക് എല്ലാ ഓപ്ഷൻസും അറിയില്ലെങ്കിലും ഓപ്ഷൻ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒട്ടും കിട്ടാത്ത പോയിന്റ്സ് എഴുതിയെടുക്കുക. വീണ്ടും റിവൈസ് ചെയ്യാം. കറണ്ട് അഫെയർസ് ആണ്, റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.